നമസ്കാരം. ക്ഷേത്രവിശേഷം. വള്ളിയാനിക്കട് ഭഗവതി ക്ഷേത്രം കുമാരമംഗലം ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം തുടക്കം കുറിച്ചു. ഈ നവാഹയജ്ഞം അതിഗംഭീരമായി നടത്തണമെന്ന് ദേവീനാമത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നടത്തുന്ന വിശിഷ്ട അതിഥി ഈ നവാഹയജ്ഞത്തിന്റെ അന്തിയാണ് ശ്രീ രാധാകൃഷ്ണൻ സെല്ലിൽ ഉപദേശ സമിതി അംഗങ്ങളായുള്ള പ്രതീഷ് ആറ് ഷാജിയൻ പിള്ള. 2 ദിവസത്തെ കൂടെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ, അതൊരു ബുദ്ധിമുട്ടാക്കണ്ട. കുമാരമംഗലത്തെ ജനത്തെ ആചാര്യം നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങളും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ആയതിനാൽ സപ്താഹം വേണ്ട, നവാഹം തന്നെ നമുക്ക് നടത്താം. അതാണ് നമ്മുടെ അമ്മയ്ക്ക് താല്പര്യം എന്ന് പറയുകയും അത് പ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഞങ്ങൾ ചെയ്ത ഭാഗവത ഹംസം മഴയൂർ ശങ്കരൻ നമ്പൂതിരി വിഭാഗങ്ങളെയാണ് നമ്മളിവിടേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നത് എന്നത് നന്ദിപൂർവ്വം ഈ തരുണത്തിൽ സ്മരിക്കുകയാണ്. വലതുവശത്ത് ക്ഷേത്ര മേൽശാന്തി യശ്വന്ത് തിരുമേനിയും ഇടതുവശത്ത് ശശിയേട്ടനും സ്വാഗതം പറഞ്ഞത് കൃഷ്ണനും ഇടതുവശത്തുണ്ടായിരുന്നത് ഗോപാലകൃഷ്ണനും അവാർഡ് ഏറ്റുവാങ്ങിയത് ശ്രീകുട്ടിയും ഇതിൻ്റെ വിവരങ്ങളെല്ലാം നൽകിയത് പ്രതീക്ഷയുമാണ്. എല്ലാം നല്ല ലക്ഷണമാണ്. വളരെ തിരുമേനിയുമായി വളരെ ബന്ധമുള്ള പെരുമ്പള്ളി കേശവൻ തിരുമേനിയുടെ ബന്ധുക്കൾ, മണ്ണാറശാല അമ്മയുടെ ബന്ധുക്കൾ, ഈ പ്രദേശത്ത് ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമിയുടെയും ശങ്കരാചാര്യയുടെയും ഒക്കെ ധർമ്മം ഹൈന്ദവ ദർശനങ്ങൾക്കനുസരിച്ച് ഏറ്റെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് സമൂഹത്തിൽ എത്തിക്കുന്നതിന് അനവരതം നിസ്യൂതം അവിരാമം അഭംഗുരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദേശമാണ്. അമ്മ നൽകിയ അനുഗ്രഹവും കൃപയും കടാക്ഷവും ദയയും വാത്സല്യവും ഒന്നും ചെറുതല്ല. ഈ യജ്ഞവുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ ശശിയുടെ നേതൃത്വത്തിൽ വീട്ടിലെത്തുകയുണ്ടായി. ഞങ്ങൾ 1-2 മണിക്കൂർ ഒരുമിച്ചിരുന്ന ആ കാര്യത്തെ പറ്റി ചർച്ച ചെയ്തു.
നാളെ പൗർണമിയാണ്. 51 അക്ഷര ദേവതകളെ ലോകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിൽ നമ്മൾ ഉണ്ടാകുന്നതാണ്. എങ്കിലും അതിന് ബീജാഭാവം നൽകിയതിൽ പ്രമുഖനായ ഗണേശ് വൈഷ്ണവ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായ ശ്രീ MS ഗണേന്ദ്രൻജിയും ദേവി ഭാഗവതത്തിൽ നമ്മൾ വായിക്കുന്ന 51 ശക്തി പീഠങ്ങളിലെ പ്രഗത്ഭന്മാരായ തന്ത്രിമാരും കോവിഡ് കഴിഞ്ഞ് ഇരുന്നിടത്ത് ഒരു തീരുമാനമുണ്ട്. ദേവീ ക്ഷേത്രത്തിൽ ദേവി ഭാഗവതം, ശിവക്ഷേത്രത്തിൽ ശിവപുരാണം, വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണുപുരാണം, ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്കന്ദപുരാണം. പിന്നെ ഏത് പുരാണവും ആകാം. ദുർഗാദേവിയെയും ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും 3 ദിവസം വീതം പ്രാർത്ഥിക്കുകയാണ്. ബീജം ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചു തരുന്ന, നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതെല്ലാം സാധിച്ചു തരുന്ന ദേവിയുടെ, മഹാലക്ഷ്മിയുടെ അനുഗ്രഹ അക്ഷരം. ഈ 3 അക്ഷരം പരമേശ്വരൻ ദേവിയോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് ദേവി ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നു. ദേവി ഭാഗവതം 9 ദിവസം കേട്ട് കഴിയുമ്പോൾ ദുർഗാദേവിയോടൊപ്പം ഗണേശന്റെ അമ്മ ദുർഗ എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. ആ ദുർഗാ ഭഗവതിയോടൊപ്പം മഹാദേവൻ, അന്നപൂർണേശ്വരിയായ ദുർഗയോടൊപ്പം ആയുസിന്റെ ദാതാവായ മഹാദേവൻ. ഐ എന്ന ഒരു അക്ഷരം പറഞ്ഞ ഒരു കുട്ടിയുടെ മാറ്റം ദേവി ഭാഗവതത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. സരസ്വതി ദേവിയെ ചിന്തിച്ചൊന്നും പറഞ്ഞതല്ല, വെറുതെ ഐ എന്ന് പറഞ്ഞതാണ് ആ കുട്ടിക്കുണ്ടായ അനുഭവം. ഇൻഡോർ റോയിങ് ചാമ്പ്യൻഷിപ്പിൽ 2000 മീറ്ററിൽ ഗോൾഡ് മെഡലും 500 മീറ്ററിൽ വെങ്കല മെഡലും കരസ്ഥമാക്കി നാടിന്റെ സ്വർണ്ണതീർത്ഥമായി മാറിയ ശ്രീദേവി രാജേഷിന് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരം നൽകുന്നതിനായി നമ്മുടെ യജ്ഞാചാര്യനെ നാട്ടുരാജ്യ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും KK വിജയൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു.